കർക്കിടകം പിറന്നതോടെ ഉത്തര മലബാറിലെ നാട്ടുവഴികളിൽ ആടിവേടന്റെ യാത്ര ആരംഭിച്ചു. പഞ്ഞമാസ ദുരിതങ്ങൾ അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നുവെന്നാണ് വിശ്വാസം. കുട്ടികളാണ് കർക്കിടക തെയ്യങ്ങൾക്കായി വേഷമണിയുന്നത്. ആടി എന്നത് പാർവതി ദേവിയും വേടൻ പരമശിവനുമാണ്. കർക്കിടക മാസത്തെ ആദിയും വ്യാധിയും അകറ്റാൻ നാട്ടുവഴികൾ താണ്ടി കുട്ടിത്തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നുവെന്നാണ് വിശ്വാസം. ആദിശിവൻ പാർത്തൻ തപക്കാൺമാർ എഴുന്നള്ളുമ്പോൾ വേഷം പകർന്നു വേടരൂപമായി ചമഞ്ഞു മുന്നം കേശം മുറുക്കിപ്പൊൻ കിരീടം വെച്ച് അമർത്തു നന്നായി നാഥൻ തിരുമേനി മറച്ചു. വേടം ചെറിയ കുട്ടികളെ കെട്ടിയിട്ട് ആദിവ്യാധി അകറ്റാൻ വേണ്ടി ഓരോ വീടുകളിലും പോയിട്ട് വേടം പാട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ അർജുനൻ തപസ് ചെയ്യുന്നതും അർജുനൻ പരീക്ഷിക്കാൻ വേണ്ടി ശിവനോട് എത്തുന്നതും എന്നിട്ട് ശിവനോട് പിന്നെ കാട്ടാള വേഷത്തിലിരുന്ന ശിവനോട് അർജുനൻ യുദ്ധം ചെയ്യുന്നതും. അപ്പോൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഓരോ അമ്പും ഈ കാട്ടാളൻ്റെ ശരീരത്തിൽ മാലയായി വീഴുമ്പോൾ അർജുന് സംശയം വരും ഇതാരാന്ന്. അപ്പോൾ അവസാനമാണ് അടിക്കാൻ നോക്കുമ്പോൾ ചന്ദ്രകല കാണും. അപ്പോൾ ആന്ന് പറയല് കാലിന് സാഷ്ടാംഗം വീണിട്ട് പറയും എനിക്ക് മാപ്പ് പറ്റിപ്പോയി ഞാൻ അറിയാണ്ട് ചെയ്താന്നെല്ലാം പറയും. അപ്പോൾ ശിവന് അർജുനോട് ദേഷ്യമൊന്നുമില്ല, പരീക്ഷിക്കാൻ വന്നതാണല്ലോ. ശിവനെക്കുറിച്ച് മോശമായിട്ട് പറയുമ്പോഴും അർജുനന് പിടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഈ സ്വന്തം രൂപം കാണിച്ചു കൊടുക്കും. മണികിലുക്കവും ചെണ്ടയുടെ ശബ്ദവും കേട്ടു തുടങ്ങിയാൽ പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തി വിശ്വാസികൾ ആടിവേടനെ കാത്തിരിക്കും. അപ്പോൾ തിരഞ്ഞു കരഞ്ഞ പന്നിയെ തേടി പെരുവേടൻ പോയി പരിധി എടുത്തു, പന്നിയെ കണ്ടു വിജയൻ മുമ്പിൽ. പണ്ടുള്ളതുപോലെ എല്ലാ ഗ്രാമങ്ങളിലും ഇന്ന് കർക്കിടക തെയ്യങ്ങളില്ല. ഐതിഹ്യങ്ങളും പാരമ്പര്യവും പിന്തുടരാൻ പുതിയ തലമുറ വിമുഖത കാണിക്കുന്നതാണ് കാരണം. എന്നെ ശിവശിവ ഇവൻ ആരെന്ത് എന്തു കോട്ടി നന്നല്ലടാ മൂഢ മറയപ്പോ മഹാകാട്ടാള. മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24 കണ്ണൂർ. അനുഷ്ഠാന കലകൾ ഓരോന്നായി അപ്രത്യക്ഷമാകുന്നതും ദുഃഖകരമായ കാഴ്ചയാണ്. ഇതൊക്കെ ചേർന്നതാണ് കേരളം ഇന്ന് നാം അറിയുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഇതിൽ താല്പര്യമില്ലാതെ വരുന്നു എന്നുള്ളത് ഒട്ടും സുഖകരമല്ലേ. നമ്മുടെ തനിമ നമുക്ക് നിലനിർത്തിയേ പറ്റൂ. കേരളം മറ്റുള്ള നാടുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും ഇങ്ങനെയുള്ള ചില അനുഷ്ഠാന കലകളും അതേപോലെ നമ്മൾ സ്വായത്തമാക്കിയ ചില രീതികളും തന്നെയാണ്.